ഇനി നമ്മുടെ അതിഥികൾക്ക് വേണ്ടിയുള്ള സമയമാണ്. ഡിസംബർ 1 തിയേറ്ററുകളിലെത്തുന്ന ദുര്യോധന എന്ന മലയാള ചിത്രത്തിൻ്റെ നായകനും ഒപ്പം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും അഭിനേതാവുമായിട്ടുള്ള രണ്ടുപേരാണ് നമ്മുടെ അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത്. വിനു രാഘവും അനിൽകുമാറും. ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം വിനു രാഘവിലേക്ക്. വിനു രാഘവിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. അതെ, തമിഴിലൊരു ചിത്രം ചെയ്തിട്ടുണ്ട്, അതിനുശേഷം മലയാളത്തിൽ ആദ്യമാണ്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രദോഷ് ചേട്ടനും റിക്സൺ ചേട്ടനുമാണ് ആദ്യമായിട്ട് എന്നെ മൂവിയിലേക്ക് വിളിക്കുന്നത്. അവിടെ വന്നു, കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസമാണ് എന്നെ ഷൂട്ടിന് വിളിക്കുന്നത്. മൂന്നാമത്തെ ദിവസം ഷൂട്ട് ആരംഭിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു ദുര്യോധന എന്ന ഈ ഒരു ചിത്രത്തെ? ഒരു ലവ് സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കാണ് ഡയറക്ഷനും എല്ലാം ചെയ്തിരിക്കുന്നത്. ക്യാമറ വളരെയധികം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാരിസ് ചേട്ടനും പിന്നെ മഹേഷ് മാധവൻ ചേട്ടനും പിന്നെ റിക്സൺ ചേട്ടനുമാണ് മൂവി ചെയ്തിരിക്കുന്നത്. അനിൽകുമാറിലോട്ട് വരുമ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഒപ്പം ഈ ചിത്രത്തിലെ ഒരു അഭിനേതാവും കൂടിയാണ് താങ്കൾ. ഒരു IPS ഉദ്യോഗസ്ഥനെ കഥാപാത്രമാക്കി മാറ്റിയിട്ടുള്ള ഒരാളാണ് താങ്കൾ. അതെ. എങ്ങനെയാണ് ചിത്രത്തിലേക്കുള്ള താങ്കളുടെ കടന്നു വരവ്? ഞാനൊരു പുറത്തായിരുന്നു, ഞാൻ വിദേശത്തായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം 1-2 CDs, ഡിവോഷണൽ CDs ഞങ്ങളുടെ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ആ സമയത്തെല്ലാം എനിക്ക് പ്രദോഷ് എന്ന് പറയുന്ന ഡയറക്ടറെ അറിയാം. അദ്ദേഹത്തോട് ഒരുപാട് കമ്പനിയുണ്ട്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ ഫിലിം ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലേക്ക് ഇരിക്കുന്ന സമയത്താണ് പ്രദോഷ് വന്നിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരു ഫിലിമുണ്ട്, അതിങ്ങനെ കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ ഇങ്ങനെ നിന്നിരിക്കുകയാണ്, അതൊന്ന് ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് എൻട്രി ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ച് കുറേ നല്ല ആർട്ടിസ്റ്റുകളെ ഇതിലേക്ക് വേണം എന്നുള്ളൊരു പ്ലാനിൽ പ്രദോഷ് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. അങ്ങനെ നോക്കി നടന്നപ്പോൾ ആരെയും കിട്ടിയില്ല. അങ്ങനെയാണ് ഞാനിതിൽ അഭിനേതാവ് എന്നുള്ള ഒരു റോളിലേക്ക് പ്രദോഷ് എന്നെ സജസ്റ്റ് ചെയ്യുകയും ആ റോൾ എന്നിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. ഷുവർ. ക്രൈംബ്രാഞ്ച്, കേരള പോലീസ്. കഥയിലെ മെയിൻ വില്ലൻ സൂത്രധാരൻ നീയാണെന്ന് തിരിച്ചറിയുന്നത് similar. വിനു രാഘവ്, താങ്കളുടെ രണ്ടാമത്തെ ചിത്രമാണ് ദുര്യോധന. എന്തായാലും ഈ ചിത്രത്തിലൂടെ കടന്നുവരവിലൂടെ ഈ ചിത്രത്തെ എങ്ങനെയാണ് താങ്കൾ വീക്ഷിക്കുന്നത്? ദുര്യോധന എന്നുള്ള ഒരു പഴയകാല ഒരു ചരിത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രമാണോ, അല്ലെങ്കിൽ എന്താണ് ദുര്യോധന എന്നുള്ള ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ദുര്യോധന എന്ന് പറയുന്നത് ഈ മൂവിയിൽ ഒരു പുരാണ മൂവിയല്ല. ഇത് പറയുന്നത് നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് പുരാണങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ആ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മൂവിയുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഒരുപാട് സസ്പെൻസാണ് ഇതിലുള്ളത്. എങ്ങനെയാണ് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ ദുര്യോധന എന്ന ചിത്രത്തെ കാണുന്നത് എങ്ങനെയാണ്?
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ മാർജിൻ എത്തി കഴിഞ്ഞാൽ ഞാനൊരു ആക്ടർ എന്നുള്ള നിലയിൽ ശരിക്കും എനിക്കൊന്നും അറിയാത്തൊരു മേഖലയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ നാടകങ്ങളിലും മറ്റുമൊക്കെ അഭിനയിച്ച ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. പ്രദോഷ് ഞങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല ആർട്ടിസ്റ്റുകളെയും നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്കൊന്നും ടൈമില്ലാണ്ട് വരികയും അങ്ങനെ പ്രദോഷ് തന്നെ എന്നെ സജസ്റ്റ് ചെയ്യായിരുന്നു അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ആ ഒരു വേഷം ചെയ്ത് ഞങ്ങളൊരു അമ്പലത്തിന് പുറകിലൊരു പ്ലേസിൽ പോയിട്ട് ഞങ്ങളൊരു ഒരു ഇതിൽ മൊബൈലിലാണ് ആദ്യമേ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് പ്രദോഷ് പറഞ്ഞു ഓക്കെ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു കാസ്റ്റിങ്ങിലേക്ക് വരുന്നത്. ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കിയെല്ലാം ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. ചിത്രത്തെ എങ്ങനെ കാണുന്നു ശരിക്കും? ചിത്രം ശരിക്കും വളരെ നല്ലതാണ്. വളരെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ യങ്സ്റ്റേഴ്സ് ചേർന്ന് കൂട്ടായ്മയിൽ ചെയ്തൊരു ചിത്രം. ഒരുപാട് ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും നൽകാനില്ല. പക്ഷേ ക്യാമറ വർക്ക് അതുപോലെ തന്നെ പാട്ടുകളാണെങ്കിലും എല്ലാം ഇപ്പോൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ക്യാമറ വളരെ ഭംഗിയായിട്ട് ഹാരിഷ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും പ്രത്യേകിച്ചും പേരെടുത്ത് പറയുന്നില്ല, ഓരോരുത്തരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ഇതിലുണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ടെക്നിക്കലി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും സാങ്കേതികവിദ്യയിൽ 360 ഡിഗ്രിയിൽ ഉള്ള ക്യാമറ ചില വിഷ്വൽസ് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ആയിട്ട് അറിയാൻ കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ. അതെല്ലാം ഇതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് വരും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വീണ്ടും വിനൂരാഘവിലേക്ക് വരുമ്പോൾ ടെൻഷനുണ്ടോ? ഓക്കെ, ചിത്രത്തിൽ ഒരു നായക കഥാപാത്രത്തെയാണ് താങ്കൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എത്രത്തോളം അത് ഭംഗിയാക്കാൻ കഴിഞ്ഞു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ശിവസൂര്യ എന്നാണ്. ഒരു പാലക്കാട് ബ്രാഹ്മൺ പയ്യനാണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു സോഫ്റ്റ് മൈൻഡ് കോർണർ ആയിട്ടുള്ള ഒരു ഹീറോ ആണ് ശരിക്കും ഇതിൽ. പിന്നീട് വരുന്ന സംഭവബഹുലമായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് വിനു ശരിക്കും വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശരിക്കും ഒരു അപ്കമിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വിനു ഇനി മലയാള സിനിമയിൽ അല്ലെങ്കിൽ തമിഴിൽ വളരെ ഭംഗിയായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പിന്നെ ഒരു കോ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വരണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും കൂടിയാണ്. ഒരുപാട് സഫർ ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫിലിം ഷൂട്ടിൽ പോയിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും അദ്ദേഹത്തിന് ശരിക്കും പെയിനുള്ള ഒരുപാട് അവസ്ഥകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു നല്ല റിസൾട്ട് വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു. ചിത്രത്തിൻ്റെ അണിയറയിലേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സാങ്കേതികക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ സാങ്കേതികപരമായിട്ടും ഒപ്പം അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയൂ. ഓരോ എടുത്തു നോക്കുമ്പോൾ ടെക്നിക്കലി ശരിക്കും ക്യാമറ ചെയ്യുന്ന ഹാരിഷ് എന്ന് പറയുന്നിട്ടാണ്. ഹാരിഷ് അബ്ദുള്ള എന്ന് പറയുന്ന ആളാണ്. ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ വളരെ ഭംഗിയായിട്ട് അത്രയും എഫേർട്ട് എടുത്ത്, അതായത് ഞങ്ങൾ ഈ മാങ്കുളം എന്ന് പറയുന്ന ആ ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 6 തുടങ്ങി ഒരു 8 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഈ എല്ലാ എക്യുപ്മെൻറ്റ്സും ഞങ്ങളെല്ലാം ഓരോരുത്തരും എടുത്തിട്ടാണ് അത്രയും ദൂരെ പോകുന്നത്. ആ സമയത്തൊന്നും ഒരു ഹെസിറ്റേഷനും ഇല്ലാണ്ട് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. പിന്നെ മ്യൂസിക് ആണെങ്കിൽ CS കുമാർ വളരെ ഭംഗിയായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പേരെടുത്ത് പറയുന്നില്ല ഞാൻ, ഓരോരുത്തരും വളരെ ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് ഞങ്ങൾ പറയുന്നത്. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ബിഗിനേഴ്സാണ്. ഇപ്പോൾ വിനു അല്ലെങ്കിൽ പ്രദോഷ് പിന്നെ ശില്പ ഇവരൊക്കെ മാത്രമാണ് 1-2 ഫിലിമുകൾ ചെയ്തിട്ട് വന്നത്. ഞങ്ങളെപ്പോലെ ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നിട്ടും പ്രദോഷിനെ പോലുള്ള ആ ഡയറക്ടറിൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് ചിത്രത്തിലെ ഒരു നല്ല ഗാനം ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. സാഗരമായി കാതിൽ പെയ്യും ഗീതകമായി മിഴികളിലാകെ നീലമുകിലായി മധുകണമായി നാവിൽ നീ അനങ്കനം കൊതിച്ചിടുന്നൊരഴകായി നിലാവു പോൽ തലോടിടും കിനാവുമായി വന്നു മുന്നിൽ നീ നെഞ്ചിൽ സാഗരമായി കാതിൽ പെയ്യും ഗീതകമായി.
വിനു രാഘവിലേക്ക് വരുമ്പോൾ വിനു രാഘവിൻ്റെ ശിവസൂര്യ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ആ കഥാപാത്രത്തെ കുറിച്ചിട്ടൊന്ന് പറയൂ. എനിക്കൊരു അതായത് വോൾഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ പെയറായിട്ട് വരുന്നത്, ശിവസൂര്യയുടെ പെയറായിട്ട് വരുന്നത്. അവർ തമ്മിലുള്ളൊരു ലവ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതിലൂടെ വരുമ്പം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണ്. ആ ഇൻസിഡൻ്റാണ് ഇപ്പോൾ അവിടെ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് കഥ പോകുന്നത്. അതെ അതെ. ഓക്കെ, അനിൽകുമാർ, താങ്കൾ വളരെ നന്നായിട്ട് സംസാരിക്കുന്നു. ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ളതിനപ്പുറം സരസ്വതി വന്ന് വിളങ്ങിയിടണം എന്നുള്ളൊരു പോളിസി ഉള്ളതുകൊണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ, എന്തായാലും താങ്കൾ ഒരുപാട് കഴിവുകളുള്ള ആളാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. താങ്കൾ ഇതിന് പിന്നിലായിട്ട് ചിന്തിക്കുമ്പോൾ കവിതകളൊക്കെ ഒരുപാട് ആലപിക്കുന്ന ഒരാളാണെന്നൊക്കെ സ്കൂൾ ലെവൽ, കോളേജ് ലെവൽ ഇപ്പോഴില്ല. അതെ, എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടുപേരി കവിത ഒന്ന് മൂളിയാൽ. വളരെ മോശമാകുമെങ്കിലും. കരളിൽ നിന്നും ഇടയ്ക്ക പാടുന്നു വീണക്കിടാവുമൊരു കടും തുടി പുള്ളുവക്കുടവും, ഒരു കടും തുടി പുള്ളുവക്കുടവും, പുലരുവാനിനി എത്രയുണ്ടെന്നേതുമറിയാതെ പുരയിലീ പുൽപ്പായിലലസം ഞാൻ കിടക്കുമ്പോൾ, തൊട്ടടുത്തെഴുമമ്പലത്തിൻ മതിലകത്തിൽ നിന്നും അഷ്ടപതിയാൽ സ്പഷ്ടമധുരം കാതിലണയുന്നു. വളരെ മനോഹരമായിരുന്നു. ഇതാണ് പിന്നെ എന്താ അലസമായി അല്ലെങ്കിൽ അലോസരമായി പോകും എന്നൊക്കെ പറഞ്ഞത് വെറും വാക്കാണല്ലേ? അതിന് ഒരു മേമ്പൊടി എന്നുള്ളത് എനിക്ക് ഇല്ല, ഇത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഒരുപാട് നാളായിട്ട് ഒന്നും ചെയ്യാറില്ല. ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്തു എന്നേ ഉള്ളൂ. എന്തും ചെയ്യാന്നുള്ള ഒരു ആത്മവിശ്വാസം, അത് മാത്രമാണ്. ഒരാൾ ആത്മാർത്ഥത്തോടു കൂടി ചോദിക്കുമ്പോൾ അയാളുടെ ആത്മാർത്ഥതയെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഒരു ഒഴുക്കം തോന്നും. ചിലപ്പോൾ ഞാൻ ചോദിച്ചത് കൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ ഒരു ഉറപ്പായിട്ടും അല്ലെങ്കിൽ വരാൻ വഴി. ഓക്കെ ഓക്കെ, എന്തായാലും ചിത്രത്തിലേക്ക് വരാം. നമുക്ക് ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ വെച്ചാൽ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് മാത്രമല്ല, ലൊക്കേഷനിലുള്ള വിശേഷങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. ശരിക്കും ലൊക്കേഷനിൽ ഞങ്ങൾ ശരിക്കും ഒരു ജസ്റ്റ് ലൈക്ക് ഒരു പിക്നിക്ക് പോയ ഒരു പ്രതീതിയായിരുന്നു. വളരെ വലിയ ആൾക്കാർ മുതൽ ഏറ്റവും ചെറിയ ആൾക്കാർ, അതായത് ഡയറക്ടർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതെല്ലാം മറന്നിട്ട് ഒരു പിക്നിക്കിന് പോയ എഫക്റ്റിലായിരുന്നു ഞങ്ങൾ. ആ മാങ്കുളം എന്ന് പറയുന്ന ആ നിവാസികളോട് ചോദിച്ചാൽ അവർ പറയും അവർക്കൊരു ഉത്സവം പോലെയായിരുന്നു ഞങ്ങളുടെ ഈ ഷൂട്ട്. വളരെ രസകരമായിരുന്നു. രാത്രികളിൽ ഞങ്ങളെല്ലാവരും കൂടി ഒരു ടെൻറ്റിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ ഒരുമിച്ച് കൂടുകയും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു ഭക്ഷണം പോലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് താഴെ ഇരുന്നൊക്കെ കഴിക്കുക. ഭയങ്കര രസമായിരുന്നു. കിട്ടുന്നതെല്ലാം കഴിച്ചു എന്നുള്ള രീതിയിൽ വേണം പറയാം. അതിൻ്റെ മുകളിൽ നിന്ന് കുറേ ആൾക്കാർ കുറേ അവിടെ നിന്നുള്ള കിട്ടുന്ന പഴങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നു. വളരെ വളരെ രസകരമായിട്ടായിരുന്നു. അവിടുത്തെ നിവാസികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞുമോൻ ചേട്ടൻ, ബാബു ചേട്ടൻ, അങ്ങനെ മാങ്കുളത്തുള്ള ഒരുപാട് പേര്, എപ്പോഴും പേരെടുത്ത് പറയേണ്ടതാണ്, അവർ വളരെയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയയിലേക്ക് എത്തപ്പെടുമ്പോൾ. അതായത് അത്രയും ആ ഒരു ഫോറസ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും സഹായം വേണമായിരുന്നു. മാങ്കുളം പോലുള്ള ഒരു ഫോറസ്റ്റിൽ ആനകളടക്കമുള്ള ഒരുപാട് വന്യജീവികളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. ഉറപ്പായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇല്ല, ഞങ്ങളെ അപേക്ഷിച്ച് ശരിക്കും പ്രകൃതിയെ അനുഗ്രഹിച്ച് നൽകിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പലപ്പോഴും ഞങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പല സീനുകൾ എടുക്കാൻ പോകുമ്പോൾ വെയിലില്ലാണ്ട് വരികയും അല്ലെങ്കിൽ ആ ഒരു ഷോട്ടിനുള്ള ഒരു ലൈറ്റ് ഇല്ലാണ്ട് വരുമ്പോഴെല്ലാം ഇത് മിക്കപ്പോഴും ക്യാമറ ചെയ്തേക്കുന്നത് വിത്തൗട്ട് ലൈറ്റിലാണ്, അതായത് നാച്ചുറൽ ലൈറ്റിലാണ് ക്യാമറയുടെ എല്ലാ വർക്കുകളും നടക്കുന്നത്. അത് ഹാരിഷ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ക്യാമറമാൻ്റെ ഏറ്റവും നല്ല ഷോട്ടുകളിലൊന്ന് എന്ന് വേണം എനിക്ക് പറയേണ്ടി വരും. അങ്ങനെയാണ് അതിനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത്രയും പ്രകൃതി നമ്മളോട് ഇണങ്ങി നിൽക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും തോന്നിയിരിക്കുന്നത്. മാങ്കുളം മാത്രമാണോ ലൊക്കേഷൻ? അല്ല, മാങ്കുളമല്ല, ഡൽഹിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബോംബെ, കൊച്ചി, അങ്ങനെ ഒരുപാട് ഏരിയയിൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാങ്കുളത്തായിരുന്നു എൻ്റെ കൂടുതൽ ഇത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ, കാരണം ഞാനൊരു ലാസ്റ്റ് ജോയിൻ ചെയ്ത ഒരാളാണ് ഈ ഒരു ഫിലിമിലേക്ക്. ഒരു 75% ഓഫ് ദ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്കുള്ള ഒരു എൻട്രി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പറയാൻ പറ്റുന്നത്. ഓക്കെ, വീണ്ടും വിനു രാഘവിലേക്ക് വരുമ്പോൾ, വിനു രാഘവ് ഇപ്പോൾ രണ്ടാമത്തെ ചിത്രമാണ് ദുര്യോധന. ഇതിനുശേഷം എന്തെങ്കിലുമൊക്കെ പുതിയ പ്രൊജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്? ഇപ്പോൾ ഒരു വണ്ടർ ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ ഹീറോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇനി ഒരു ചെറിയൊരു ഷെഡ്യൂളും കൂടിയുണ്ട്, ജനുവരി ലാസ്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ചിത്രത്തിലെ ഒരു ഗാനം കൂടി നമുക്കൊന്ന് ആസ്വദിക്കാം.